മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. രാവിലെ വലിയൊരു സംഭവം നടന്നിരുന്നു. അതായത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പ്രപ്പോസൽ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അനുമോള്. ഞാനിത് ആരോട് പറയുമെന്നൊക്കെ ചോദിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്. അവസാനം അനുമോള് ആദിലയെ വിളിച്ചുകൊണ്ട് വന്ന് ആദിലയോട് ഇതെല്ലാം തുറന്നു പറയുകയാണ്. അനീഷേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു, വിവാഹം കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചുവെന്ന്. ഉടനെ ആദില പറയുന്നുണ്ട്, പോടി പെണ്ണേ, അത് ചുമ്മാ പറഞ്ഞതായിരിക്കും. ഉടനെ അനുമോള് പറയുന്നുണ്ട്, ഇല്ല, എന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ 2 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്നും അനുമോള് പറയുന്നു. ഉടനെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ആദിലയും ഞെട്ടിയിരിപ്പുണ്ട്. എന്നിട്ട് അനുമോൾ ആദിലോട് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നലെ നിങ്ങളെ ബിഗ് ബോസ് എന്തിനാണ് വിളിച്ചത്? ഉടനെ ആദില പറയുന്നു, മോട്ടിവേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് പ്രാങ്ക് അല്ല. അനീഷേട്ടൻ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നൊക്കെ. അതിനുശേഷം എന്നോട് വിവാഹം ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്തു പറഞ്ഞു എന്ന് ആദില ചോദിക്കുന്നു. അതിന് അനുമോൾ പറയുന്നത്, ഞാൻ 2 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നുള്ളൂ, എനിക്കൊന്ന് സെറ്റിൽ ആവാനുണ്ട്, കൂടാതെ എനിക്കൊരു ലവ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പാളീസായി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. ഉടനെ ആദില പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറ. ഈ 2 വർഷത്തെ കണക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അനീഷേട്ടൻ 2 വർഷം നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഈ അവസാന സമയം എന്തായാലും അയാൾ ലവ് ട്രാക്ക് പിടിക്കാനൊന്നും നോക്കുന്നതല്ല. അതിനുള്ള ബുദ്ധിയൊന്നും അയാൾക്കില്ല. ചിലപ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞതായിരിക്കുമെന്ന് ആദിലയും പറയുന്നു. അനുമോള് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, ഞാൻ ഇനി അയാളോട് മിണ്ടാതിരുന്നാലോ? ഇനി അയാളെ വിളിച്ചുകൊണ്ട് വന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനൊന്നും എനിക്ക് വയ്യ, എനിക്ക് പേടിയാകുന്നു, അയാളെ നോക്കാൻ പോലും എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ അനുമോള് പറയുന്നു. അപ്പോൾ ആദില പറയുന്നുണ്ട്, നീ പറയാനുള്ളത് അയാളോട് തുറന്നു പറയുക. ഈ 2 വർഷത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ കാത്തിരുന്നാൽ നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴും അനുമോള് പറയുന്നുണ്ട്, ഞാൻ അയാളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഒരു ചേട്ടനായിട്ട് അയാളെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അയാൾക്ക് നല്ല മാറ്റമില്ലേ? ആ സ്വഭാവം കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അതേ ഉള്ളൂ. എന്നിട്ട് അനുമോൾ ആദിലയോട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അനീഷേട്ടന് 2-3 ആഴ്ചയായിട്ട് ഒരുപാട് മാറ്റമുണ്ട്. കുളിക്കാൻ പോകുന്ന സമയത്ത് എന്നോട് കുളിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ കരുതാറുണ്ട്, എന്നോട് എന്തിനാണ് പറയുന്നതെന്ന്. പിന്നെ ഞാൻ കുടിച്ച ചായക്കപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇന്നലെ മാതളമാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന കൂടെ എനിക്ക് പൊളിച്ച് ഒരു പ്ലേറ്റിൽ ഇട്ടുകൊണ്ട് വന്ന് എൻ്റെ കൈ തന്നു കഴിക്കുന്നൊക്കെ പറഞ്ഞ്. കൂടാതെ കിച്ചണിൽ ഇപ്പോൾ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഞാൻ കിച്ചണിലുള്ള സമയത്ത് എപ്പോഴും അനീഷേട്ടനും കിച്ചണിൽ കാണും. അങ്ങനെ കുറേ പഴയ കാര്യങ്ങളും അനുമോള് ആദിലയോട് പറയുകയാണ്. എന്നിട്ട് അനുമോള് പറയുന്നത്, ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ 9 ദിവസം കൂടി കഴിഞ്ഞിട്ട് പുറത്ത് വെച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിപ്പോൾ ലോകം മൊത്തം അറിഞ്ഞേന്നൊക്കെ അനുമോള് പറയുന്നു. എന്തായാലും അനീഷ് പ്രപ്പോസ് ചെയ്തതിൻ്റെ ആ ഒരു ഞെട്ടലിൽ നിന്നും ഇതുവരെ അനുമോള് പുറത്തു വന്നിട്ടില്ല. എന്നിട്ട് ആദിലയോട് പറയുന്നുണ്ട്, നീ നൂറയോടും ഈ കാര്യമൊന്നും പറയരുത്, പ്രോമിസ് ചെയ്യുന്നൊക്കെ പറയുന്നു. എന്തായാലും അനീഷ് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എന്ന് തന്നെയാണ് അനുമോളും വിശ്വസിക്കുന്നത്. കണ്ടിട്ട് ഏകദേശം അനീഷ് സീരിയസ് ആയിട്ട് തന്നെയാണ് അനുമോളെ പ്രപ്പോസ് ചെയ്തതെന്നാണ് നമുക്കും തോന്നുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.